ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസ വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ വർദ്ധിച്ചപ്പോൾ ആളുകൾക്ക് ഉള്ളതിന്റെ വില അറിയാത്ത ഒരവസ്ഥ പലപ്പോഴുമുണ്ട്. അവിടെയാണ് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും ഫഹുവ അജ്ദറു വല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിന്റെ നിഅമത്തിന്റെ വലിപ്പം അറിയാൻ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം, നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ എത്ര രോഗികളെയാണ് നമുക്ക് ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും വേണ്ടി വെച്ചിരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഡിസബിലിറ്റീസ്, അതിനെ അതിജയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. തൊട്ടടുത്ത ദിവസം നമ്മളെല്ലാവരും വായിച്ചു കാണും, സയാമീസ് ഇരട്ടകളായി ഒരുമിച്ച് ഒട്ടിച്ചേർന്ന രണ്ട് ശരീരങ്ങൾ. അവരിൽ ഒരാളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നാം വായിച്ചത്. ഒരാൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ്. ഒരാൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും മറ്റേയാൾ അയാളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഒരാൾക്ക് ദാഹിക്കുമ്പോഴല്ല മറ്റൊരാൾക്ക് ദാഹിക്കുന്നത്, ഒരാൾക്ക് വിശക്കുമ്പോഴല്ല മറ്റൊരാൾക്ക് വിശക്കുന്നത്, ഒരാൾക്ക് ടോയ്ലറ്റിനുള്ള ആ ഒരു ഇതുണ്ടാകുമ്പോഴല്ല മറ്റേയാൾക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നത്. എത്ര വലിയ പ്രയാസകരമായിരിക്കും അവരുടെ അവസ്ഥ. അതിജയിച്ചവരുടെ ഉദാഹരണങ്ങളായിട്ട് അവരെയെല്ലാം നമ്മൾ ചിത്രത്തിൽ കാണുമെങ്കിൽ പോലും അവരെങ്ങനെ പണിപ്പെട്ടുകൊണ്ടായിരിക്കണം അതിനെ അതിജയിക്കുന്നത് എന്നത് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഹൃദയം ഒരു ബാഗിലാക്കി തന്റെ ശ്വസനപ്രക്രിയയെ നിയന്ത്രിക്കുന്ന ഒരു സഹോദരിയുടെ ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ചുറ്റും നിരവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യമാകുന്ന നിഅമത്ത് എത്ര വലുതാണെന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് അത് ഈമാനാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ശരിയായിട്ടുള്ള തൗഹീദിനുള്ള, അത് പുൽകാനുള്ള അവസരം ഒരാൾക്ക് ലഭ്യമാവുക എന്നത് വലിയൊരു നിഅമത്ത് തന്നെയാണ്, വലിയൊരു തൗഫീഖ് തന്നെയാണ്. ആ നിഅമത്തുൽ ഈമാൻ, അതിനുശേഷം ഒരാൾക്ക് പടച്ച റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് അതിലെ ആഫിയത്താണ്. അതുകൊണ്ടാണ് രാവിലും പകലിലും നമ്മളോട് ആഫിയത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അഫ്വിനെ, വിട്ടുവീഴ്ചയെ, പൊറുക്കലിനെ, അതുപോലെ തന്നെ ആഫിയത്തിനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ആ ഒരു ആഫിയത്ത്, ഐശ്വര്യം, ആ ഒരു ആരോഗ്യം, ആ ഒരു സമാധാനം, ഓരോന്നിനും കിട്ടേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നുകരുക എന്ന ആ ഒരു ആഫിയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹു എന്റെ ദീനിൽ, എന്റെ ദുനിയാവിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സമ്പത്തിൽ, എല്ലാറ്റിലും നീ അതെനിക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് പടച്ച റബ്ബ് നൽകി ഈ ശരീരം, ഈ ആരോഗ്യം, അതുകൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന കുളിർമയും സമാധാനവും സന്തോഷവും ലഭിക്കുകയും ഇതുകൊണ്ടുണ്ടാകാവുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു അനുഗ്രഹത്തെ നാം തിരിച്ചറിയണം. നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്ഹഹതു വൽ ഫറാഗ്. രണ്ട് കാര്യങ്ങളെ തൊട്ട് ആളുകൾ പൂർണ്ണമായിട്ടും അശ്രദ്ധരാണ്. രണ്ട് നിഅമത്തുകളെ കുറിച്ച് അവർ ആ കാര്യത്തിൽ അക്രമം പ്രവർത്തിക്കുന്നവരാണ്. ഏതാണ് ആ രണ്ട് നിഅമത്ത്? ഒന്ന് അസ്ഹിഹ, ആരോഗ്യമാണ്. മറ്റൊന്ന് അൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ആരോഗ്യമില്ലാത്ത ഒഴിവ് സമയം എന്തായിരിക്കും അവസ്ഥ? ഒരു രോഗിക്ക് ഒരുപാട് ഒഴിവ് സമയം ലഭിക്കുന്നുണ്ട്. രോഗി അയാളുടെ ജോലി ലീവ് എടുത്തിട്ടാണ് ബെഡ് റെസ്റ്റിൽ കിടക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഒഴിവ് സമയം ലഭിക്കുന്നല്ലോ എന്നൊരിക്കലും അയാൾ പറയില്ല. കാരണം ആ ആരോഗ്യമില്ലാത്ത രോഗാവസ്ഥയിലെ ഒഴിവ് സമയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുണ്ടാവുക, ഒഴിവ് സമയമുണ്ടാവുക, ഈ നിഅമത്തിനെ രണ്ടിനെയും കാര്യക്ഷമമായി ഉപയോഗിക്കാതിരിക്കുക എന്നത് വലിയൊരു പ്രയാസം തന്നെയാണെന്നും നന്ദികേടാണെന്നും
വലിയൊരു അക്രമമാണെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ ഒരു നിഅമത്തിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സമയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് എങ്കിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെയാണ്. 10-60 കൊല്ലം നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ ചെറുപ്പകാലമെന്ന് പറയുന്നത് ലഅഫിന്റെ, ദുർബലതയുടെ കാലഘട്ടമാണ്. പിന്നീട് വാർദ്ധക്യമെന്ന് പറയുന്നതും നാം എന്ത് പഠിച്ചോ മനസ്സിലാക്കിയോ അറിഞ്ഞോ അതൊന്നും നമുക്ക് ഉപകാരപ്പെടാത്ത ഒരു കാലഘട്ടമാണ് വാർദ്ധക്യമെന്ന് പറയുന്നത്. എവിടെ ഇരിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങേയറ്റം നറുദ്ദ ഇല അർദലിൽ ഉമർ, എന്റെ ആയുസ്സിനെ തന്റെ ആയുസ്സിന്റെ അങ്ങേ അറ്റത്തേക്ക്, വാർദ്ധക്യത്തിലേക്ക് നീ തള്ളി നീക്കല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു പിഞ്ചുകുട്ടിയേക്കാളും അതപതിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അതിനിടയിലുള്ള അല്പസമയം നമുക്ക് ചിന്തയും ബുദ്ധിയും ആരോഗ്യവും കഴിവും ശേഷിയും ഒക്കെയുള്ള സമയം, സഹോദരന്മാരെ, അത് നമ്മൾ കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇസ്ലാമിൽ. ആരോഗ്യത്തെ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത ഒരു മതത്തെ നമുക്ക് ലോകത്ത് തന്നെ കാണാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യന്റെ ആരോഗ്യം അതിനെ ഹനിക്കുന്ന, അതിന് ഹാനികരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഗുണവും പ്രയോജനവുമുള്ള കാര്യങ്ങൾ മാത്രമേ നാം ജീവിതത്തിൽ പാലിക്കാവൂ എന്നും അള്ളാഹുവിന്റെ ദീന് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രോഗങ്ങൾ വരാതെ ശരീരത്തെ സംരക്ഷിച്ചു നിർത്താനും രോഗകാരണങ്ങളിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കാനും വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുന്നുണ്ട്. അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്. ഒരു മനുഷ്യൻ ചികിത്സ തേടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അയാൾ രോഗമില്ലാത്ത അവസ്ഥ കൈവരിക്കുകയും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, ഇസ്ലാമിന്റെ ഓരോ കൽപ്പനയും, അത് ആരാധനയാകട്ടെ മറ്റുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഉപദേശങ്ങളാകട്ടെ, രണ്ടുകൊണ്ടും നമുക്ക് പാരത്രിക ലോകത്ത് വലിയ ഗുണമുണ്ട്. ആരാധനകൾ കൊണ്ട് നമുക്ക് ലക്ഷ്യമാകുന്നത്, നമ്മൾ ലക്ഷ്യമാക്കുന്നത് പാരത്രിക ഗുണം തന്നെയാണ്. ഈ അടുത്ത് ഒരാൾ പറയുണ്ടായി, ഞങ്ങൾ നന്നായി നിസ്കരിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, പക്ഷേ മകൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു, പക്ഷേ അതിൽ അവൾ ഫെയിലിയറായി, അവൾക്കത് എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ എന്തിനിത്ര കാലം പ്രാർത്ഥിച്ചു, എന്തിനിത്ര കാലം നിസ്കരിച്ചു എന്ന് ചിന്തിച്ചു പോവുകയാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ആരാധനയുടെ കാമ്പ് എന്ന് പറയുന്നത് ആഖിറമാണ്. മൻകാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, ആരുടെയെങ്കിലും ഉദ്ദേശം ആഖിറത്തായാൽ എന്നതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങളുടെ സ്വീകാര്യത കുടികൊള്ളുന്നത് നിയ്യത്തിന്റെ ബലത്തിലാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഖൈറും ബറക്കത്തും നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ സൗന്ദര്യത്തിൽ, നമ്മുടെ എല്ലാറ്റിലും അത് നിയലിച്ചു കാണും. അത് നമ്മൾ നിയ്യത്താക്കുന്നത് കൊണ്ട് പ്രയാസമില്ല. പക്ഷേ നോമ്പ് നോൽക്കുന്നത് ഒരിക്കലും നമ്മുടെ കൊളസ്ട്രോൾ കുറയാനോ, ഷുഗർ നോർമലാകാനോ, നാം നല്ല സ്ലിം ബ്യൂട്ടി ആയിരിക്കാനോ, ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടാകാനോ ഇതൊന്നുമല്ല. മറിച്ച് നോമ്പ് നോൽക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. നോമ്പ് നോറ്റവർക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കും. ഒരു നോമ്പിന് കണക്കില്ലാത്ത പ്രതിഫലമുണ്ടാകും. ഖുർആനും നോമ്പും പരലോകത്ത് ശുപാർശ പറയും. പാരത്രിക ലോകത്ത് കർമ്മങ്ങൾക്ക് ദാരിദ്ര്യം നേരിടുന്ന സമയത്ത് ആളുകൾക്ക് റമദാനിലെ നോമ്പ് കൊണ്ട് ആശ്വാസം ലഭിക്കും. ഇതാണ് പരമപ്രധാനമായി നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതിന്റെ പുറമേ നമുക്ക് ലഭിക്കുന്ന ബോണസായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾക്ക് ലഭിക്കുന്നത് കൊണ്ടോ അത് നമ്മൾ നേടിയെടുക്കുന്നത് കൊണ്ടോ ഒരിക്കലും പ്രയാസവുമില്ല. പക്ഷേ ആരാധനകളുടെ ലക്ഷ്യം ആത്മീയമായിട്ടുള്ള വിശുദ്ധിയും പാരത്രിക മോചനവുമാണ് എന്നതോടൊപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി, ശുദ്ധി എന്ന് പറയുന്നത് ഈമാനിന്റെ പാതിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വൃത്തിയുള്ളവനാണ്. അവന്റെ വസ്ത്രത്തിലും അവന്റെ ശരീരത്തിലും അവൻ ഇടപെടുന്ന, കൈകാര്യം ചെയ്യുന്ന എല്ലായിടങ്ങളിലും ആ ഒരു വൃത്തി ഉണ്ടാകും. അവരുടെ അടുക്കളയിലും ബെഡ്റൂമിലും അവരുടെ വീടിന്റെ പരിസരങ്ങളിലും അവർ ജോലി ചെയ്യുന്ന ഓഫീസിലും അവനിരിക്കുന്ന ടേബിളിന്റെ പരിസരത്തും അവൻ എന്താണോ ചെയ്യുന്നത് അതിനൊക്കെ ഒരു വൃത്തിയുടെ ഒരു അടയാളം, ഒരു പ്രകടനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇബാദത്തിന് വേണ്ടിയിട്ട് ഷർത്തായി വെച്ചിരിക്കുകയാണ് ശുദ്ധി സ്വീകരിക്കുക എന്നുള്ളതും റഫ്ഉൽ ഹദസ്, നജസ് ഉയർത്തപ്പെടുക എന്നുള്ളതും. നജസിൽ നിന്ന് നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലവും മുക്തമായിരിക്കുക എന്നത് നമസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. നമസ്കാരത്തിന് പുറത്തുള്ളതാണ് നമസ്കാരത്തിന്റെ ഷർത്തുകൾ. അത് പാലിച്ചുകൊണ്ട് വേണം നമസ്കരിക്കാൻ എന്ന് പറയുമ്പോൾ അത് അവിഭാജ്യ ഘടകമാക്കി വെച്ചിരിക്കുകയാണ്. ഷർത്തുണ്ടെങ്കിലേ മസ്റൂത്തുള്ളൂ. അതായത് നമസ്കാര
നമസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ നമസ്കാരമാകുന്ന മശ്റൂത്തില്ല എന്ന് പറയുമ്പോൾ ആ തൊഹൂർ വൃത്തിയുള്ളവനായിരിക്കുക എന്നത് നമസ്കാരം സ്വീകരിക്കാനുള്ള നിബന്ധനയായി പടച്ചോൻ വെക്കുകയും വൃത്തിയില്ലാതെ പോയാൽ നമസ്കാരം തന്നെ ബാത്തിലാവുകയും ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി എത്ര ശുദ്ധിയും വൃത്തിയും പാലിക്കുന്നവനായിരിക്കണം എന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ബാഹ്യമായി ലഭിക്കുന്ന നമ്മുടെ ശാരീരികമായിട്ടുള്ള ശുദ്ധിയും വൃത്തിയും നമുക്കതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ്. 5 നേരം നിർബന്ധപൂർവ്വം നമ്മൾ വുദു എടുക്കണം അല്ലെ? അതിലൂടെ നമ്മുടെ വായ വൃത്തിയാകുന്നു, കൈകാലുകൾ വൃത്തിയാകുന്നു. എപ്പോഴും മാലിന്യങ്ങളും രോഗാണുക്കളുമൊക്കെ കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് ഈ പറയപ്പെട്ട കൈകാലുകളും നമ്മുടെ മുഖവും അല്ലെ, നാസാരന്ധ്രങ്ങളും ഒക്കെ, വായയുമെല്ലാം സദാസമയം നമുക്ക് അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങൾ. 5 നേരം നിർബന്ധപൂർവ്വം വൃത്തിയായി ഒരച്ച് കഴുകി വിരലുകൾക്കിടയിലൂടെ കൈകൾ പായിച്ച് ശുദ്ധിയായിട്ട് എല്ലാ ഭാഗങ്ങളും നനഞ്ഞു എന്ന് ഉറപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇബാദത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം അത് വളരെ പ്രസക്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുളി, ഭാര്യഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടായാലും അതുപോലെ തന്നെ ഈ ഹൈദിൽ നിന്നും നിഫാസിൽ നിന്നുമൊക്കെ മുക്തി നേടുന്ന ആ സമയത്തും അല്ലാത്ത സന്ദർഭങ്ങളിലും കുളി എന്നത് നമുക്ക് സുന്നത്തായി വെക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സുന്നത്താണ് ഞാൻ നിർവഹിക്കുന്ന കുളി എന്നൊരാൾ നിയ്യത്താക്കുമ്പോൾ അതുകൊണ്ട് അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നു, അതോടൊപ്പം അയാളുടെ ശരീരം വൃത്തിയാകുന്നു എന്നതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. വെള്ളം ഉപയോഗിച്ചാൽ ഒരാൾക്ക് പ്രയാസമുണ്ടാകുന്ന രോഗമാണെങ്കിൽ ചിലപ്പോൾ ചില വുദു എടുക്കുന്ന ചില ഭാഗങ്ങളിൽ വെള്ളം നനയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ആ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും നമുക്ക് കഴുകാനും ആ ഭാഗം വെള്ളം കയ്യിൽ കുടഞ്ഞ് ജസ്റ്റ് ഒന്ന് തടവാനും ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കാതെ വെള്ളം തേച്ച് തടവുന്നത് തന്നെ പ്രയാസമാണെങ്കിൽ വെള്ളമില്ലാതെ അവിടെ ആ ഭാഗം തടവാനും ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. ഇനി തീരെ ഒരാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, അതായത് രോഗത്തെ വർദ്ധിപ്പിക്കുമെങ്കിൽ അയാൾക്ക് തയമ്മം ചെയ്യാനുള്ള ആ ഒരു പ്രൊവിഷൻ ഇസ്ലാം നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തെ, അയാളുടെ ആരോഗ്യത്തെ യാതൊരു തരത്തിലും പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ അയാൾക്ക് ഏതൊരവസ്ഥയിലും, ഒരാൾ രോഗിയായി കിടക്കട്ടെ, യാത്രയിലായിരിക്കട്ടെ, അയാൾ ആണായിരിക്കട്ടെ പെണ്ണായിരിക്കട്ടെ, അയാൾ നാട്ടിലായിരിക്കട്ടെ വിദേശത്തായിരിക്കട്ടെ, എവിടെയായിരുന്നാലും ഏതാണോ സിറ്റുവേഷൻ ആ അവസ്ഥയിൽ അയാൾക്ക് നിർവഹിക്കാവുന്ന തരത്തിൽ ഇളവുകൾ അള്ളാഹു വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്ന നിലക്കായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര കാലം ഒരാൾ രോഗിയാണോ അത്രയും കാലം അയാൾക്ക് ഈ പറയപ്പെട്ട രൂപത്തിൽ അയാളുടെ തയമ്മം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കാനും, 2 നിസ്കാരം അതത് സമയങ്ങളിൽ നിർവഹിക്കാൻ അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രോഗി എന്ന അയാളുടെ പ്രയാസം പരിഗണിച്ചുകൊണ്ട്, ആ ഹാജത്ത് പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് 2 നേരത്തെ നിസ്കാരം ജംഅ് ചെയ്യാനുമൊക്കെ ഇസ്ലാം അനുവാദം നൽകുന്നത് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൽ ഇസ്ലാം നൽകുന്ന ഒരു പ്രാധാന്യം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അസ്സിവാഖു മുതഖറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിറബ്ബ്. പല്ല് തേക്കുക എന്നത് നമ്മുടെ വായക്ക് വൃത്തിയാണ്, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ളതുമാണ്. അപ്പോൾ 2 കാര്യമാണ് ഒരാൾ സിവാക്ക് ചെയ്യുന്നതിലൂടെ, അതായത് അള്ളാഹുവിന്റെ തൃപ്തിയും ലഭിക്കും, നമ്മുടെ വായ വൃത്തിയാവുകയും ചെയ്യും. വീട്ടിൽ വന്നു കയറിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തിരുന്നത് എന്തായിരുന്നു? അവിടുന്ന് പല്ല് തേക്കുമായിരുന്നു എന്നാണ്. 5 നേരവും വുദൂഇന് മുന്നോടിയായി പ്രവാചകൻ പല്ല് തേക്കുമായിരുന്നു. ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് മഅ കുല്ലി വുദൂഇൻ. നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് നിർബന്ധമാക്കാത്തത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും അതുപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പാലിക്കേണ്ട ആദാബുകളും അല്ലെ, ഒരാൾക്ക് ആവശ്യമുണ്ടായിരിക്കെ അയാൾ കാലതാമസം വരുത്തരുത്. വുദു പുതുക്കേണ്ടി വരുമോ, നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ, ജമാഅത്തിൽ എനിക്ക് മിസ്സായി പോകുമോ എന്ന് കരുതി മൂത്രമൊഴിക്കാനും അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിനുണ്ടായിരിക്കെ ഇഖാമത്ത് കൊടുത്താൽ ഒരാൾ പള്ളിയിലേക്കല്ല കയറേണ്ടത്. ഫബ്ദഉ ബിൽ ഖലാഇ, അയാൾ ടോയ്ലറ്റ് കൊണ്ട് ആരംഭിക്കട്ടെ എന്നതാണ്. അത് കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വൈകിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രയാസങ്ങളുണ്ട്. രണ്ടാമത്തേത്, അങ്ങനെ ഒരു ശങ്കയിൽ, മൂത്രശങ്കയിൽ ഒരാൾ നമസ്കാരം നിർവഹിച്ചാൽ ഇമാം കൂടുതൽ ഓതുന്നതും റുക്കൂഇൽ നിൽക്കുന്നതും സുജൂദിൽ കിടക്കുന്നതും ഒക്കെ ഇയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്ന് പെട്ടെന്ന് തീർന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്നായിരിക്കും അവിടെ ചിന്ത ഉണ്ടാവുക. അതായത് ഖുശൂഇനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തടയുകയുണ്ടായി എന്നുള്ളതാണ്. ആർത്തവ സമയത്ത് ഒരിക്കലും സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, തന്റെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്.
എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതിലൂടെ നമുക്ക് ബാധിക്കാൻ സാധ്യതയുള്ള നിരവധി ലൈംഗിക രോഗങ്ങളും ശാരീരികമായിട്ട് രണ്ടുപേർക്കും സംഭവിക്കാവുന്ന പ്രയാസങ്ങളും അതിലൂടെ ഇല്ലാതാവും എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു കൺട്രോൾ ലഭിക്കാൻ കൂടെയാണത്. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ അവളായിരിക്കട്ടെ ഇത്തരത്തിലുള്ള അവസ്ഥയിലുമാണ് എന്നിരിക്കെ ക്ഷമിക്കാനും അതല്ലാത്ത ഹലാലായ വഴികളിലൂടെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ഇസ്ലാം നമ്മെ അനുവദിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതൊരു കാര്യത്തിലൂടെയും ഇസ്ലാം നമുക്ക് നൽകുന്ന കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ നോക്കൂ. ആരാധനയുടെ പേരിൽ പോലും ഒരാൾക്ക് അയാളുടെ ഉറക്കം ഒരിക്കലും ഉറങ്ങാത്ത രൂപത്തിലുള്ള ഇബാദത്ത് നിർവഹിക്കാൻ തീരുമാനിച്ച അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയ സംഭവം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എക്കാലത്തും ഞാനിനി നോമ്പ് നോൽക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തിരുത്തി, അങ്ങനെ നീ നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അല്ലെ, ഇനി ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കാതെ ആരാധനയിൽ മുഴുകും എന്ന് പറഞ്ഞപ്പോൾ അതൊരു ബയോളജിക്കൽ നീഡ്സാണ്. ഒരാൾക്ക് വിവാഹം കഴിക്കുക എന്നത് അത്യാവശ്യമാണ്. വിഹിതമായ നിലക്ക് അയാളുടെ ആ നീഡ്സ് പൂർത്തീകരിച്ചില്ലെങ്കിൽ അയാൾക്കും ബുദ്ധിമുട്ടുണ്ടാകും, ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രായമായാൽ വിവാഹം കഴിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തതിൽ മതമുണ്ട്. അതോടൊപ്പം നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും സുരക്ഷയുമുണ്ട്, നമ്മുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയുമുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ആരാധനയുടെ വേളയിൽ ഒരാൾക്ക് പ്രയാസം നേരിടുമ്പോൾ നിന്ന് നമസ്കരിക്കാൻ പ്രയാസമുള്ളപ്പോൾ ഇരുന്ന് നമസ്കരിക്കാനും കഴിയാത്തവനോട് കിടന്ന് നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചതൊക്കെ ഈ രംഗത്ത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഈ ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം നൽകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. സുഹൃത്തുക്കളെ, എന്തെല്ലാമാണ് ആളുകൾ ഇന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്? വയറ് നിറയെ തിന്നാൻ എന്ത് കിട്ടിയാലും തിന്നുക എന്നുള്ളതാണ്. അല്ലെ, നമ്മളിപ്പോ ഈ പല ഇടങ്ങളിലൂടെയും പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതൊന്നും ആവില്ല. ഓരോരുത്തരും ഓരോന്ന് പരസ്പരം മിക്സ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അത് നാവിന് രുചിയുണ്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾ അവിടേക്ക് വരിക. 1-2 വ്ളോഗർമാർ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ചില്ലറ കാശിന് വേണ്ടിയിട്ട് അവർ ഇതിന്റെ പ്രൊമോഷനും ചെയ്യുക. അതോടുകൂടി ആളുകൾ അങ്ങോട്ട് ഒഴുകുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായി വന്നു, പെട്ടെന്ന് പോകുന്ന സാഹചര്യമുണ്ടായി. എന്റെ മാരകമായിട്ടുള്ള വിഷവും അതുപോലെ തന്നെ നമുക്ക് പാടില്ലാത്ത തരത്തിലുള്ള ആസിഡുകളും മറ്റെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നമ്മുടെ ശരീരത്തിന് ഹാനികരമായ എല്ലാറ്റിനും നമ്മൾ മാറി നിൽക്കണം. ഹലാലും തയ്യിബുമായത് നമ്മൾ കഴിക്കാവൂ. പ്രാർത്ഥന തന്നെ എന്താണ്? റിസ്ഖൻ തയ്യിബ, തയ്യിബായത്. നാവിന് രുചിയുണ്ടോ എന്നത് മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിന് പറ്റുമോ പറ്റില്ലേ എന്നതുകൂടെ നമ്മൾ നോക്കേണ്ടതാണ്. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. എല്ലാം നല്ലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. എന്തേ കള്ള് നിഷിദ്ധമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളിൽ എന്താ ഉള്ളത്? എന്ത് നന്മയാണുള്ളത്? കള്ള് കുടിച്ചിട്ട് ആർക്കാണിവിടെ നിർഭയത്വവും ആശ്വാസവും വൈബും ജില്ലും കിട്ടിയത്? അതിന്റെ ഒരു തുടക്കത്തിൽ ഒരു മനുഷ്യൻ കാണിക്കുന്ന ഡിസോർഡറിൽ കിട്ടുന്ന ഒരു ആനന്ദവും ഉന്മാദവും, അതിനപ്പുറത്ത് പിന്നീട് വിഷാദവും നിരാശയും ആത്മഹത്യയും കൊലപാതകവും മാത്രമല്ലേ നമ്മൾ കാണുന്നത്? അല്ലെ, പുകവലിക്കുന്നവർ പറയും ഞാൻ ഇതൊരു ലഹരിയല്ല എന്ന്. നിങ്ങൾ എങ്കിൽ അത് അവസാനിപ്പിക്കൂ. എന്തേ ഒന്ന് തീരുമ്പോഴേക്ക് മറ്റൊന്നിന് തീ കൊളുത്തുന്നു. അല്ലെ, അപ്പോൾ എത്ര കാശാണ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിന് എത്ര വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്? അല്ലെ, ബ്ലോക്കായിട്ട് പരിശോധനയിൽ സ്കാനിങ്ങിൽ അല്ലെങ്കിൽ ടെസ്റ്റുകളിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നു നിക്കോട്ടിൻ ബ്ലോക്ക് എന്ന്. എന്നാലും ആളുകൾ പറയും ഇതൊരു ലഹരിയല്ല, ഇതുകൊണ്ടൊരു പരിക്കില്ല, ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല എന്നൊക്കെ. സഹോദരന്മാരെ, നമുക്ക് ഹാനികരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറി നിൽക്കുമ്പോൾ ശാരീരികമായിട്ട് നമുക്കൊരു ഉന്മേഷം ഉണ്ടാകും. പിന്നെ ഞാനൊരു കുറ്റം ചെയ്യുന്നില്ല എന്ന് സ്വന്തത്തിന് തോന്നുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം അത് വേറെ തന്നെയാണ്. പിന്നെ അതിലൂടെ പാഴായി പോകുന്ന സമയവും സമ്പത്തും, അതിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അഭിമാനവും കുടുംബവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നതും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കൂ, പന്നിമാംസം അത് ഹറാമാണ്, എന്നാൽ അതൊന്ന് കഴിച്ചു നോക്കാം. അല്ലെ, പാടില്ലെന്ന് പറയുമ്പോൾ അതൊന്ന് രുചിച്ചു നോക്കാമെന്നൊരു ടെൻഡൻസി സ്വാഭാവികമാണ്. എന്നൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സ്വാഭാവികത ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പന്നിമാംസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. അവയുടെ ശരീരം മൊത്തം അണുക്കളാണ്. എത്ര തിളപ്പിച്ചാലും നശിക്കാത്ത അണുക്കൾ അവരുടെ മാംസത്തിലുണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യന് ആന്തരികമായിട്ട് ബാഹ്യമായിട്ടും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് പഠനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശവം, ഒരു ജന്തു ചത്തു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകേണ്ടതായ, അറുക്കുന്നതിലൂടെ ഒഴുകിപ്പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു സ്പീക്കർ ഈ അടുത്ത് പറയുണ്ടായി, ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അറുത്തിട്ടേ കഴിക്കാവൂ. അറുക്കുന്നതിലൂടെ ഒരു ജന്തുവിന്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ ഒഴുക്കപ്പെടുകയാണ് പുറത്തേക്ക്. അതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് ആ സഹോദരി പറയുന്നത്. ഇസ്ലാം പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നവും മറ്റുള്ളവർ പറയുമ്പോൾ അത് വലിയൊരു ലോജിക്കുമായി കാണുന്ന ഒരു പ്രവണത ഇന്ന് നമ്മൾ
വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവന്റേതാണ് ഇസ്ലാം, ആ പടച്ചവന്റേതാണ് ഖുർആൻ, ആ പടച്ച റബ്ബിന്റേതാണ് ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് ലോജിക്കില്ലാന്നോ അതിൽ ഗുണമില്ലാന്നോ ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വയറ് നിറക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാമല ആദമിയുൻ ബിഅശറ മിൻ ബത്ൻ, അവന്റെ വയറിനേക്കാൾ വേറെ ഒന്നും അവൻ നിറക്കുന്ന മോശപ്പെട്ട വേറെ ഒന്നുമില്ല എന്നാണ്. അവൻ നിറക്കുന്ന ഏറ്റവും മോശപ്പെട്ടത് അവന്റെ വയറാണെന്ന്. എന്തും കഴിച്ച് വയർ നിറക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാകാതെ നല്ലത് മാത്രം, ഹലാലും ത്വയ്യിബുമായത് മാത്രം കഴിക്കുക. പണ്ഡിതന്മാർ പറയാണ്, കുലു വശ്റബു വല തുസ്രിഫു, തിന്നോ കുടിച്ചോ പക്ഷെ അമിതമാകരുത് എന്ന ആയത്തിൽ എല്ലാ മെഡിസിനും ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, മധുരം ഉപയോഗിക്കരുത് പറഞ്ഞ ആൾക്കാരെന്താ ചെയ്യുക? വീട്ടിൽ നിന്ന് ഉപയോഗിക്കില്ല, എന്നിട്ട് പുറത്തുനിന്ന് അല്ലെ ഭാര്യ കാണാത്ത സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യും? കൂട്ടുകാരുടെ കൂടെ പോയിട്ട് 4 ഡയലോഗ് അടിച്ചിട്ട് ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് അവരെന്ത് ചെയ്യും? യഥേഷ്ടം ഇത് അടിച്ചു കയറ്റും. അത് പാടില്ലാത്ത കാര്യമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ളത്, ഡോക്ടർമാർ വിലക്കിയിട്ടുള്ളത് ഒരിക്കലും നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നത് സഹോദരന്മാരെ ഏറ്റവും പ്രധാനമാണ്. ഒരാൾ തിന്നുന്നത് 2 ആൾക്ക് മതിയായതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി, അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് കഴിക്കാനും അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവന്ന് ശീലിക്കുവാനും നമ്മളെല്ലാവരും ശ്രമിക്കുകയും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ വ്യായാമങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ടുള്ള വിശ്രമവും നമ്മൾ കൊടുക്കണം. കുറച്ചു നേരം ഒഴിവിട്ടി എല്ലാവർക്കും എന്താ പണി? ഫോൺ എടുക്കുക, യൂട്യൂബ് തുറക്കുക, ഷോർട്സ് കാണുക, റീൽസ് കാണുക, അല്ലെ സിനിമ കാണുക, കോമഡി കാണുക. എന്നിട്ട് ആളുകൾ പറയും സമാധാനമല്ല, സ്വസ്ഥതല്ല, ഒന്നും മനസ്സിക്ക് ഓർമ്മ വരുന്നില്ല, ആകെ മറവിയാണ്, തലക്കെന്തോ ചുറ്റലാണ്, പെരുപ്പാണ് എന്നൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. ഒരു മനുഷ്യന് അത്യാവശ്യം വിശ്രമം അനിവാര്യമാണ്. വിശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കരുത്. കാരണം ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു ലോഡ് കല്ലേറ്റിനേക്കാളും ഹാർഡ് വർക്കാണ് നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. കാരണം പല ഇമോഷൻസിലൂടെ നമ്മുടെ മനസ്സ് കടന്നു പോവുകയാണ്. വലിയ ഭാരങ്ങൾ നമ്മുടെ തലയിൽ വരികയാണ്. ഓരോന്നും നമ്മൾ കാണുകയാണ്. ചിരിക്കുന്നു, കരയുന്നു, പേടിപ്പിക്കുന്നു, ദേഷ്യം പിടിപ്പിക്കുന്നു, പലതരത്തിലുള്ള ഇമോഷൻസ് 3-4 മിനിറ്റിനകത്ത് തന്നെ മാറി മറിഞ്ഞു വരുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ ഭാവി എന്തായിരിക്കും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള വിശ്രമവും അതുപോലെ തന്നെ ഉറക്കവും അത്യാവശ്യമായ ഭക്ഷണവും അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമവും നമ്മൾ കൊടുക്കണം, വ്യായാമവും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ശരീരം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ധൃതിയുടെ കാലത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ നമ്മിൽ സംഭവിക്കുന്നുമുണ്ട്. അജലത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. അൽ അജലത്തു മിനശ് ശൈത്താൻ, ധൃതി പിശാചിൽ നിന്നാണ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയം അലോട്ട് ചെയ്ത് അവധാനതയോടുകൂടെ നിർവഹിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വാഹനം ഓടിക്കുന്ന നമ്മളെല്ലാവരും ആ ഒരു കാര്യത്തെ ശ്രദ്ധിക്കണം. നമുക്കും അപകടം, മറ്റുള്ളവർക്കും അപകടമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൂടാ. ഒരു പുതിയ വാഹനം എടുത്താൽ പിന്നീട് ചെയ്യാനുള്ളത് അതിനെ ഏറ്റവും നന്നായിട്ട് മനോഹരമായി ആക്സസറീസ് ഫിറ്റ് ചെയ്ത് അലങ്കരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കമ്പനി അലോട്ട് ചെയ്തിട്ടുള്ള ലൈറ്റ്സും മറ്റെല്ലാം മാറ്റി എതിർദിശയിൽ നിന്ന് വരുന്നവന്റെ കണ്ണു മാത്രമല്ല അവന്റെ മെഡുല ഒബ്ലോങ്കേറ്റ വരെ ഈ വെളിച്ചം എത്തണം എന്നതാണ് ഇപ്പോൾ ചില ആളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. വിമർശിക്കുകയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് എത്രത്തോളം ഒരു പുതിയ സെറ്റപ്പ് തന്റെ വാഹനത്തിൽ കൊണ്ടുവരുമ്പോൾ അത് മാക്സിമം അങ്ങനെ മിന്നിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ആ ഒരു അവനവന് ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് ലൈറ്റടിക്കുമ്പോൾ അത് വലിയ പ്രയാസമുണ്ടാവും. ഈ ഡിമ്മും ബ്രൈറ്റുമൊക്കെ വണ്ടിക്ക് വെച്ചത് അപ്പുറത്തുനിന്ന് വരുന്ന ആള് അത് ഒരു മനുഷ്യനാണ് എന്നതുകൊണ്ടാണ്. അയാൾക്കും അതിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. അവനവന്റെ പ്രൈവറ്റ് റോട്ടിലൂടെ അവനവൻ മാത്രം ഓടിക്കുകയാണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല, എങ്ങനെ ഓടിക്കാം, എത്ര ലൈറ്റും അടിക്കാം. പക്ഷെ ഇത് എല്ലാവർക്കും പോകാനുള്ള വഴിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കോലത്തിൽ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വേഗത മാത്രമല്ല, ഇത്തരം ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉറക്കം വരുമ്പോഴുള്ള നമ്മുടെ യാത്രകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഒരു വിഷയമാണ് ഉറക്കം. അപ്പോൾ ഉറക്കമുണ്ടായിരിക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്നിട്ട് സൈഡാക്കാം എന്ന് വിചാരിക്കാതെ അത്തരം പ്രയാസങ്ങൾ തോന്നുമ്പോൾ തന്നെ വാഹനം സൈഡാക്കാനും,
തനിച്ചുള്ള യാത്രകൾ പരമാവധി കുറച്ച് കൂടെ ഡ്രൈവിംഗ് അറിയുന്ന ആളുകളെ തന്നെ കൂടെ കൂട്ടിയിട്ട് യാത്ര ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായി ഉറക്കമൊഴിക്കുന്ന പ്രവണത, പ്രത്യേകിച്ച് 40 കഴിഞ്ഞവരൊക്കെ ഉറക്കമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നത് കാണാറുണ്ട്. അനാവശ്യമായിട്ട് ഇന്ന് ഫോണൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഒരുപാട് സമയം ഉറക്കമൊഴിച്ച് ആളുകൾ അവരുടെ ആരോഗ്യത്തെ ബോധപൂർവം അവർ ഇത്തരം ഒരു എന്റർടൈൻമെന്റിലാണെങ്കിൽ പോലും അത് അവരുടെ ആയുസ്സിനെ കുറക്കും എന്നത് അവർ മനസ്സിലാക്കുന്നില്ല. അവനവന്റെ നമുക്കൊരു ആണിനും പെണ്ണിനും അവരുടേതായിട്ട് ഒരുപാട് ദൗത്യങ്ങളും അവരുടേതായിട്ടുള്ള കുറെ, ഒരു മനുഷ്യന് അവന്റേതായ ഒരു കാലിബറുണ്ട്, ആ ഒരു ശക്തി അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത്തരം സംഗതികൾ മാറും. ഫോണ് നമ്മെ ഉപയോഗിക്കുകയാണോ, നാം ഫോൺ ഉപയോഗിക്കുകയാണോ എന്നതിനൊരു ഉത്തരം നമ്മളെല്ലാവരും സെൽഫായിട്ട് കണ്ടെത്തണം. ഞാൻ ഫോൺ ഉപയോഗിക്കുകയാണോ, അല്ല ഫോൺ എന്നെ ഉപയോഗിക്കുകയാണോ എന്നതിനുള്ളൊരു ആൻസർ നമ്മൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാൻ നമുക്കാകും. ദീന് പഠിക്കാൻ വേണ്ടിയിട്ടും ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മസ്ലഹത്തിനു വേണ്ടിയിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് അനുവദിച്ച ഒരു ഉറക്കമൊഴിക്കലുണ്ട്. അതല്ലാതെ വെറുതെ സ്ക്രോൾ ചെയ്തും ഗെയിം കളിച്ചും ഉറക്കമൊഴിക്കുന്ന പതിവ് നമുക്ക് അപകടമുണ്ടാക്കുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു മാറാരോഗം അല്ലെങ്കിൽ പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് അവിടെ തന്നെ കഴിയണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ വായ വൃത്തിയാക്കണം, നിങ്ങളുടെ കൈകൾ കഴുകി വൃത്തിയാക്കണം. കയ്യിൽ വെണ്ണയുമായിട്ട് നെയ്യുമായിട്ട് ആരെങ്കിലും ഉറങ്ങിയിട്ട് അവന്റെ കയ്യിൽ വല്ല ജന്തുക്കളും ഉപദ്രവിച്ചാൽ അവൻ അല്ലാഹുവിനെ പഴിക്കരുതെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. കടവില്ലാത്ത ടെറസിൽ കയറിക്കിടന്ന് ആകാശം നോക്കി ഉറങ്ങാം എന്ന് കരുതി അയാൾ അതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണ് മരിച്ചാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലിയില്ല. മൻ ബാത അലാ ളഹരി ബൈത്തിൻ ലൈസ ലഹു ഹിജാറുൻ ഔ ഹിജാബുൻ ഫഖദ് ബരിഅത മിൻഹു ദിമ്മ. തടസ്സമില്ലാത്ത മേൽക്കൂരയിൽ ഒരാൾ കയറിയിട്ട്, അപ്സ്റ്റെയറിൽ വാർപ്പിൽ ഒരാൾ കിടന്നിട്ട്, വാരപ്പറ്റോ അല്ലെങ്കിൽ ഒരാൾക്ക് വീണു പോകാൻ പറ്റാത്ത പോലത്തുള്ള തടസ്സമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ ഉറങ്ങിയാൽ ഫഖദ് ബരിഅത മിൻഹു ദിമ്മ, അവനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് അള്ളാഹ് മാറി നിൽക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രിവെൻഷൻ, നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ അത് നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഉറങ്ങാൻ പോകുമ്പോൾ വിരിപ്പ് തട്ടാൻ പറഞ്ഞതും, ഈ പറയപ്പെട്ട രൂപത്തിൽ കൈകൾ വൃത്തിയാക്കാൻ പറഞ്ഞതും, ബിസ്മി ചൊല്ലി വാതിലടക്കാൻ പറഞ്ഞതും, ബിസ്മി ചൊല്ലി പാത്രങ്ങൾ മൂടിവെക്കാൻ പറഞ്ഞതും ഒക്കെ അതിന്റെയൊക്കെ ഒരു പ്രാധാന്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയിൽ രോഗാണുക്കൾ ഇറങ്ങും, അതുകൊണ്ട് പാത്രം തുറന്നു വെച്ച് കിടക്കരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, നന്നായി പ്രാർത്ഥിച്ച് ശുദ്ധിയായിട്ടൊക്കെ കിടന്നുറങ്ങാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സമയത്തും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടതായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ ദീന് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബാഹ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ആന്തരികവും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകാം, പക്ഷെ എന്നാലും നമുക്ക് എന്തോ പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഹറാമുകൾ അയാളുടെ ശരീരത്തെയും അയാളുടെ മനസ്സിനെയും ദുർബലമാക്കും. എന്താണ് റോമിനും പേർഷ്യക്കും സംഭവിച്ചത്? അവർക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, സംവിധാനമുണ്ട്. പക്ഷേ പട്ടിണി പാവങ്ങളായിട്ടുള്ള മെലിഞ്ഞൊട്ടിയ സ്വഹാബത്താണ് റോമിനെയും പേർഷ്യയെയും ജയിച്ചടക്കിയത്, അവരെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഖുവ്വത്ത് എന്ന് പറയുന്നത് അവന്റെ ഖുവ്വത്തുൽ ബദൻ മാത്രമല്ല, ഖുവ്വത്തുൽ ഖൽബ് കൂടെയാണ്. അവന്റെ ശരീരം മാത്രം ഖുവ്വത്തുണ്ടായിട്ട് കാര്യമില്ല, അവന്റെ മനസ്സ് കൂടെ ഖുവ്വത്തുള്ളതായിരിക്കണം. അവന്റെ മനസ്സ് ഖുവ്വത്തുള്ളതായിരിക്കണമെങ്കിൽ അവൻ മുത്തഖിയായിരിക്കണം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ഒരു നിലക്കുള്ള ആഫിയത്തും ആരോഗ്യവും ദീനും ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ഇലക്ഷനും അതുപോലെ തന്നെയുള്ള വോട്ടർ പട്ടിക പരിഷ്കരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നീക്കത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. SIR നമ്മുടെ ഈ ഒരു കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അത്തരം വിഷയങ്ങളിൽ നമ്മൾ മീഡിയയെ നിരീക്ഷിക്കുവാനും എല്ലാവർക്കും അതിന്റെ ഭാഗമാകുവാനും എല്ലാവരെയും അതിന്റെ ഭാഗമാക്കുവാനും ബോധപൂർവമായിട്ടുള്ള അജണ്ടകളിലൂടെ ആരെയെങ്കിലും മാറ്റി നിർത്താനോ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ളവരെ കടത്തിക്കൂട്ടുവാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം അജണ്ടകളെങ്കിൽ അള്ളാഹു അത്തരം അജണ്ടകളെ പരാജയപ്പെടുത്താൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരെയും അതിൽ പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2002 അതിന്റെ ആദ്യത്തെ പരിഷ്കരണം നടന്നിട്ടുള്ളത്. ഇനി അതിന്റെ അടുത്ത ഒരു വോട്ടർ പട്ടിക പുതുക്കുന്ന ഒരു സമയമാണ്. അത് ഒരുപാട്
വിമർശനങ്ങളും വിയോജിപ്പുകളും നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ കാര്യത്തിൽ മാത്രമല്ല, നാളിതുവരെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പലതും അജണ്ടകളുടെ പിന്നിലുള്ള പല പ്രവർത്തനങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു എല്ലാ ഷർറിൽ നിന്നും നമ്മെ തടയുമാറാവട്ടെ. എന്താണോ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതിന് വിപരീതമായ ഫലത്തിലേക്ക് അള്ളാഹു ഇത്തരം സംവിധാനങ്ങളെ മാറ്റുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ നമ്മൾ ജാഗ്രത കാണിക്കാനും ആരും തന്നെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും മറ്റൊക്കെ പുറത്തു പോകുന്ന സാഹചര്യം ഇല്ലാതിരിക്കാനും പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നമ്മിൽ വർഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. നാം ആഗ്രഹിക്കുന്ന ഹലാലായ കാര്യങ്ങളിലേക്ക് അള്ളാഹു നമ്മെ അടുപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് ശിഫാവുന ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. സമയം കൊണ്ടും ആരോഗ്യം കൊണ്ടും പടച്ച റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാഴായി പോകുന്ന സമയങ്ങളെ ഇൽമു പഠിക്കാനും ഇബാദത്ത് ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ദീനിയായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള ഉദവി തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിലും നമ്മുടെ ദുനിയാവിലും അഭിവൃദ്ധി നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. എത്ര ലഭിച്ചാലും ഈ ലോകം നമുക്ക് താൽക്കാലികമാണ്. ഏത് നിമിഷവും മരിക്കാവുന്നതാണ്. പടച്ച റബ്ബിലേക്ക് മരിച്ചു പിരിയുമ്പോൾ ഏറ്റവും നല്ല സ്വാലിഹായി മുഅ്മിനായി സന്തോഷത്തോടെ മരിച്ചു പിരിയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെ കൊല്ലാനും നശിപ്പിക്കാനും വർഗീയത വിളമ്പാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യട്ടെ. അവരുടെ അജണ്ടകളെ അള്ളാഹു പിച്ച് ചീന്തുമാറാവട്ടെ. അവരുടെ സംഘശക്തിയെ അള്ളാഹു ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ. അവരുടെ സമ്പദ്ഘടനയും വ്യവസ്ഥയും അതിന്റെ അടിത്തറയും അള്ളാഹു സുബ്ഹാനഹു വ തആല തകർക്കുമാറാവട്ടെ. അധികാരത്തിൽ നിന്ന് അത്തരം ആളുകളെ അള്ളാഹു പടിയിറക്കി മനുഷ്യ സ്നേഹികൾക്ക് അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.